ഇന്ന് നമ്മൾ ദീർഘമായ ഒരു യാത്രയിലാണ്. ചുണ്ണാമ്പ് കല്ല് ഗുഹകൾ സന്ദർശിക്കാനായിട്ട് പോകുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട കാഴ്ചകളാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട് ഈ ഗുഹകൾക്ക്. ലൈം സ്റ്റോൺ കേവ്, പ്രകൃതിയുടെ അത്ഭുതങ്ങൾ കണ്ട് ആശ്ചര്യപ്പെടുത്തുന്ന ചില ഇടങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അത്തരത്തിൽപ്പെട്ട ഒന്നാണ് ചുണ്ണാമ്പ് കല്ല് ഗുഹകൾ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ലൈം സ്റ്റോൺ കേവ്. ശരിക്കും ഇത് നിലകൊള്ളുന്നത് വളരെ കാലമായിട്ട് ലോകത്തിൽ നിന്ന് മറഞ്ഞിരുന്ന ബാരാതാങ് ദ്വീപിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ ജരാവ ഗോത്രത്തിൻ്റെ ആസ്ഥാനമാണ് ഈ ദ്വീപെന്ന് പറയുന്നത്. ആ ദ്വീപിലേക്കാണ് നമ്മളിന്ന് പോകാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് വിലക്കപ്പെട്ട ദ്വീപ് എന്നറിയപ്പെട്ട ഇവിടം കണ്ടൽക്കാടുകൾ, ചുണ്ണാമ്പ് കല്ല് ഗുഹകൾ എന്നിവയാൽ സമ്പന്നമാണ്. ഇവിടെ എത്തപ്പെട്ടാൽ ഗുഹയ്ക്കുള്ളിൽ ഗുഹയുടെ തറയിൽ നിന്ന് നീണ്ടു നിൽക്കുന്ന കോണാകൃതിയിലുള്ള പാറ പോലുള്ള ഘടന നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ ഇതൊരു ചെറിയൊരു ഗുഹയാണ്. എന്നാൽ ഇതിന് സമാനമായിട്ടുള്ള ഒരുപാട് ഗുഹകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളുണ്ട്. അമേരിക്കയിലുണ്ട്, ചൈനയിലുണ്ട്, സ്ലോവേനിയ, യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളുണ്ട്. അതിൽ 24 കിലോമീറ്റർ ദൈർഘ്യമുള്ള സ്ലോവേനിയയിലെ ഹൊസ്താനോ കേവ് എന്നറിയപ്പെടുന്ന ആ ഗുഹ സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം. 24 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. അതിനകത്തൂടെ ചെറിയ ട്രോളി റെയിലൊക്കെ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് കാഴ്ചകൾ കാണാം. വളരെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ്. അപ്പോൾ ആ ഗുഹയുടെയൊക്കെ ഏറ്റവും ചെറിയൊരു ഗുഹ എന്നുള്ള നിലയിൽ മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയത്തുള്ളൂ. അത്ഭുതകരമായ കാഴ്ചകളാണ് ഇങ്ങനെയുള്ള ദേശങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത്. അത് കൂടാതെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളും ഇത്തരത്തിലുള്ള ലൈം സ്റ്റോൺ കേവ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായല്ലോ. മനുഷ്യൻ ഇനിയും കണ്ടെത്താത്ത വിസ്മയങ്ങൾ ലോകത്തുണ്ട്. അങ്ങനെ കാട്ടിനകത്തൂടെ ഓടി കുറേ ദൂരം ഓടി വലിയ ഒരു തുരുത്തിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നും വലിയ ജങ്കാറിൽ വേണം നമുക്ക് മറുകരയിലേക്ക് പോകാനായിട്ട്. ഇതേപോലെ തന്നെ വലിയ വലിയ കൂറ്റൻ ജങ്കാറുകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് ട്രെയിൻ പോലും കയറ്റിക്കൊണ്ടു പോകാൻ പാകത്തിനുള്ള വലിയ ഷിപ്പ് അല്ലെങ്കിൽ ജങ്കാർ, ഇതുപോലുള്ള വലിയ വലിയ ജങ്കാർ യൂറോപ്പിൻ്റെ പല ഭാഗത്തും അവിടെ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വലിയ ട്രെയിൻ പോലും കയറ്റിക്കൊണ്ട് പോകത്തക്ക നിലയിലുള്ള വലിയ ജങ്കാറുകളുണ്ട്. ജങ്കാറിൽ സൂചി കുത്താൻ ഇടമില്ലാത്ത നിലയിൽ ഭയങ്കര ജനത്തിൻ്റെ തിരക്കായിരുന്നു. ഞങ്ങൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരങ്ങളിലും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരങ്ങളിലും ഭയങ്കര ജനമായിരുന്നു. അപ്പോൾ ഈ കയറുന്നിടത്തെ സ്പേസിൽ വലിയ ടാങ്കർ ലോറി കയറ്റി നിർത്തിയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അകത്തോട്ടുള്ള സ്പേസിലാണ് നമുക്ക് നിൽക്കാനായിട്ട് ഇടമുള്ളത്. ഇനി സൈഡിലെ കാഴ്ചകൾ കണ്ട് വളരെ പയ്യനെ ഇത് മുൻപോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. അങ്ങേ തലയ്ക്കൽ നിരവധി കണ്ടൽക്കാടുകൾ കാണാമായിരുന്നു. ശുദ്ധമായ ജലാശയത്തിൽ ഒരു ദുർഗന്ധമാകട്ടെ മാലിന്യമാകട്ടെ ഒന്നും തന്നെ ഈ ജലാശയങ്ങളിൽ എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ജലാശയങ്ങളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ കഴിയും. ഏതോ ഒരു യൂറോപ്യൻ രാജ്യത്തൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉയർന്ന നിലവാരമുള്ള ഒരു യൂറോപ്യൻ ദേശത്തൂടെ യാത്ര ചെയ്യുന്ന പ്രതീതിയായിരുന്നു ഈ ദേശത്തൂടെയൊക്കെ യാത്ര ചെയ്തപ്പോൾ എനിക്കുണ്ടായത്. ഞാൻ ഓർത്തു പോവുകയാണ്, നമ്മുടെ ജലാശയങ്ങൾ ഇത്തരത്തിൽ വൃത്തിയോടെ സംരക്ഷിക്കുകയാണെങ്കിൽ എന്തോരം ടൂറിസ്റ്റുകളായിരിക്കും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇവിടെ നമ്മുടെ ദേശത്തൊക്കെ വരാനായിട്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ പൊതു സ്ഥലങ്ങൾ പോലും വൃത്തികേടായിട്ട് ഇട്ടിരിക്കുന്ന നിമിത്തമായിട്ട്
എനിക്ക് തോന്നുന്നില്ല ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വന്ന് അവരുടെ സാമ്പത്തികമൊക്കെ ചെലവഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാണ് ഇപ്പോൾ ഈ യാത്രയിലാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ട്. എന്നാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ മറ്റുള്ള ദേശത്തെ കൂട്ടൊക്കെ ആയിത്തീരുന്നത്? ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് ഞങ്ങളങ്ങനെ യാത്ര തുടരുകയാണ്. ഓരോ ഷോട്ടും ഞാൻ ക്യാമറയിൽ പകർത്തിക്കൊണ്ട് നിൽക്കുന്നു. അങ്ങനെ പല തുരുത്തുകളും പിന്നിട്ട് തീരത്തേക്ക് അടുത്തിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത് ഈ തീരത്തിനടുത്തായിട്ട് മരപ്പാലമാണ് അത് പണിഞ്ഞിരിക്കുന്നത്. തടിയിൽ പണിഞ്ഞിരിക്കുകയാണ്. അത് സഞ്ചാരികൾക്ക് വിശ്രമിക്കാനായിട്ട് ജലാശയത്തിലേക്ക് മനോഹരമായിട്ട് ഇറക്കി പണിത് നിർത്തിയിരിക്കുകയാണ്. ആ നേരത്തും ഞാൻ ചിന്തിക്കുകയുണ്ടായി, നമ്മുടെ ഒക്കെ ജലാശയത്തിൻ്റെ തീരത്ത് പ്രൈവറ്റ് പാർട്ടികൾ ആരെങ്കിലും മനോഹരമായിട്ട് പണിത ഫ്ലാറ്റ് സമുച്ചയമൊക്കെ പണി അങ്ങോട്ട് തീരാറാകുമ്പം പല ന്യായവും വകുപ്പും പറഞ്ഞിട്ട് അത് പൊളിക്കാനായിട്ട് വരും. അപ്പോൾ ആ പണി തുടങ്ങിയ സമയത്ത് അധികാരികൾ അത് കണ്ടില്ല. അത് പണിത് അതിൻ്റെ ഓരോ തട്ട് വാർത്തപ്പോഴും അധികാരികൾ കണ്ടില്ല. അത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ പൊളിക്കണം, അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അത് പിന്നെ നശിപ്പിച്ച് അങ്ങ് വല്ലാത്ത പരുവത്തിലാക്കി തീർക്കുന്ന അനുഭവങ്ങളൊക്കെയാണ് നമ്മുടെ ദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പം വെള്ളത്തിൻ്റെ അകത്തേക്കാണ് പല കെട്ടിടങ്ങളും ഇറക്കി പണിഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ കെട്ടിടത്തിൻ്റെ ഉടമ വേണം അവിടുത്തെ ചുറ്റുവട്ടമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട്. അങ്ങനെ ഒരു നിയമം നമ്മുടെ ദേശത്ത് കൊണ്ടുവരികയാണെങ്കിൽ എത്രയോ നല്ല നല്ല പ്രൈവറ്റ് ആൾക്കാർ ഇവിടെ കെട്ടിടങ്ങൾ പണിയുകയും ടൂറിസ്റ്റുകളെ ആകർഷിക്കത്തക്ക നിലയിലുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തേനെ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോവുകയാണ്. എത്ര ഫ്ലാറ്റുകളും ബിൽഡിങ്ങുകളുമാണ് ഈ ദിവസങ്ങൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ചിന്തിച്ചു. ഫ്ലാറ്റിൻ്റെ പണി തീരാറാകുമ്പോഴാണ് ഇതൊക്കെ വന്ന് ന്യായം പറഞ്ഞ് പൊളിക്കുന്നതിനെ പറ്റിയൊക്കെ ഞാൻ പറയുകയുണ്ടായി. നോക്കൂ, എത്ര അടുക്കോടും ചിട്ടയോടും കൂടിയാണ് ഇതെല്ലാം സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നതെന്ന് ഞാൻ ഈ സ്ഥലങ്ങൾ കണ്ടപ്പോൾ എനിക്ക് അത് ബോധ്യപ്പെട്ടു. ഇനി നമ്മൾ ചെറിയ സ്പീഡ് ബോട്ട് എടുത്ത് വേണം അടുത്ത കരയിലെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഉള്ള സ്പീഡ് ബോട്ടിൽ ഓരോരുത്തരായിട്ട് വന്ന് കയറിക്കൊണ്ടിരുന്നു. യാത്ര ആരംഭിച്ചു. അപ്പോൾ യാത്ര ആരംഭിക്കുന്ന മുമ്പേ വെയിറ്റ് ബാലൻസ് ചെയ്തിട്ട് വേണം. രണ്ട് സൈഡിലും വെയിറ്റ് അനുസരിച്ചാണ് ഇരിക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. രണ്ട് സൈഡിലും ധാരാളം ഇടതൂർന്ന കണ്ടൽക്കാടുകൾ വീണ്ടും കാണാൻ തുടങ്ങി. ഇടതൂർന്ന് നിൽക്കുകയാണ്. ഞങ്ങളുടെ ബോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ തലങ്ങും വിലങ്ങും മറ്റ് നിരവധി ബോട്ടുകൾ സൈഡിലൂടെ രണ്ട് സൈഡിലൂടെയൊക്കെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്പീഡ് ബോട്ടിൽ ടൂറിസ്റ്റുകളെയും കൊണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇടുങ്ങിയ പാതയിലൂടെ, വലിയ വിശാലമായ പാതയിൽ കുറേ നേരം, ഏകദേശം ഒരു 3/4 മണിക്കൂർ ഓടിയതിന് ശേഷം ഇടുങ്ങിയ പാതയിലൂടെ അകത്തേക്ക് ബോട്ട് പൊടിച്ച് കയറ്റി സ്പീഡ് കുറച്ച് ഇരിക്കുന്നവരുടെ തലയിൽ മരത്തിൻ്റെ ശിഖരങ്ങൾ തട്ടാതെ മുന്നോട്ട് ആ നിലയിൽ അവർ ഓടിച്ചു കയറ്റി മരത്തടിയിൽ തീർത്ത ഒരു പാലത്തിൻ്റെ സൈഡിൽ ഇത് കൊണ്ട് ചെന്ന് നിർത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഇനി 1.5 കിലോമീറ്റർ നടക്കാനായിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും ഭയങ്കര വെയില, നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലായിരുന്നു. ഞങ്ങളുടെ കൂടെ വരുന്നവർ പലരും ക്ഷീണിച്ച് വല്ലാതെ ടയേർഡായിട്ടുണ്ട്. അത്ര ചൂടാണ്. ഒരു 40-42 ഡിഗ്രി ചൂടെങ്കിലും ഉണ്ട്. അപ്പോൾ ഈ ചൂട് സഹിച്ച് വേണം ഇനിയും 1.5 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്. അങ്ങനെ മരപ്പാലത്തിലൂടെ നടന്ന് പോകുമ്പോൾ പുല്ലുമേഞ്ഞ ചെറിയ ഒരു കൂടാരം, ഇവിടെ വേണമെങ്കിൽ നമുക്ക് വിശ്രമിക്കാം. വിശ്രമിച്ച് നമ്മുടെ കയ്യിലുള്ള വെള്ളമൊക്കെ കുടിച്ച് പയ്യെ പോയാൽ മതി. എന്നാൽ ഇവിടെ നമുക്ക് തുച്ഛമായ സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാഴ്ചകൾ കണ്ട് മാക്സിമം അതൊക്കെ ക്യാമറയിൽ പകർത്തിയിട്ട് വേണം നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. കാരണം ഒറ്റ ഒരു സർവീസ് മാത്രമേ അവിടെ ഉള്ളൂ. അതിനുശേഷം തടി കൊണ്ട് തീർത്ത ചെറിയ ഒരു ഓഫീസ് കെട്ടിടം നമുക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാണാമായിരുന്നു. അതും കടന്ന് ഗ്രാമത്തിലെ വഴികളിലൂടെ നടന്ന് പോകുമ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാമത്തിൻ്റെ വഴിയിലൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നടക്കുന്ന പാതയിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മരത്തിൻ്റെ വേരിൽ തട്ടി വീഴാൻ സാധ്യതയുണ്ട്. അപ്പം മരത്തിൻ്റെ വേരൊക്കെ ഇങ്ങനെ മുഴച്ച് നിൽക്കുകയാണ്.
ഒരുപാട് ആ പോകുന്ന വഴി മൊത്തം മരത്തിൻ്റെ വേരുകൾ കൊണ്ട് ഇങ്ങനെ കുന്നുകൂടിയിരിക്കുന്ന പോലെയാണ്. കൂറ്റൻ മരങ്ങളാണ് ഈ സ്ഥലങ്ങളിലെല്ലാം, പലതരത്തിലുള്ള വൃക്ഷങ്ങളാണ്. ഒരുപാട് പക്ഷികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഇവിടെ ഒന്ന് തോന്നിപ്പോകുന്നു. പലതരത്തിലുള്ള പക്ഷികളുടെ അവരുടെ പേരുകളും മറ്റ് ഇതൊക്കെ ഉള്ള ബോർഡുകളൊക്കെ കാണാമായിരുന്നു. ഇനി കുറച്ചുകൂടി നടക്കണം. ലൈം സ്റ്റോൺ കേവിൻ്റെ ബോർഡ് അങ്ങനെ നടന്ന് കാണായി വന്നു. അങ്ങനെ ഗുഹയുടെ അടുത്തേക്ക് കുറച്ചുകൂടെ നടന്ന് നമ്മൾ എത്തിയിരിക്കുകയാണ്. നൂറ്റാണ്ടുകൾ എടുത്ത് രൂപപ്പെട്ട കാഴ്ചകൾ. ഗുഹയിലേക്ക് കയറുന്ന തൊട്ടു മുമ്പ് വെള്ളം കുടിക്കേണ്ടവർക്ക് കുടിക്കാം. അപ്പോൾ അതിനുള്ള ഒരു ചെറിയൊരു സ്പേസ് അവിടെയുണ്ട്. ഓരോ മരത്തിൻ്റെ വലിപ്പവും താഴത്തെ ഭാഗവും ഞാനിങ്ങനെ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരുന്നു. അത് ഒരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ്. ഈ മരത്തിൻ്റെ താഴത്തെ ചുവട്ടിലുള്ള പല ആകൃതിയിലുള്ള മരങ്ങളും ഒക്കെ നമുക്ക് കാണാമായിരുന്നു. ഇനി ഒരു പുതിയ ഒരു ലോകത്തേക്ക് കയറുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുകയാണ്. നട്ടുച്ച നേരത്തെ വെയിലിൽ പുറത്തെ ചുട്ടുപൊള്ളുന്ന ഈ അന്തരീക്ഷത്തിൽ ആ അന്തരീക്ഷം അങ്ങോട്ട് കയറും തോറും, ഈ ഗുഹയ്ക്കകത്തോട്ട് കയറും തോറും ഇല്ലാതായി വരുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുകയാണ്. അങ്ങനെ അകത്തോട്ട് നമ്മൾ കയറുന്നു. മൊബൈലിലെ വെട്ടമടിച്ച് വേണം ഉള്ളിലേക്ക് നടക്കാനായിട്ട്. കൂരിരുട്ടാണ്. പ്രകൃതിയുടെ വികൃതി എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ളതായിരുന്നു ഈ അത്ഭുത കാഴ്ചകൾ എന്ന് പറയുന്നത്. അതിനകത്തേക്ക് കയറി നിന്ന് ഞങ്ങൾ ഫോട്ടോസ് എടുത്തായിരുന്നു, സെൽഫി എടുത്തു, വീഡിയോ എടുത്തു. ആ സമയത്ത് ഇങ്ങനെ പാറയിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീഴുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. അത് ആ വെള്ളത്തിലേക്കൊന്ന് കൈവച്ച ഭയങ്കര ഫ്രീസറിനകത്തെ വെള്ളത്തിൽ നമ്മൾ കൊണ്ട് കൈവച്ചാൽ ഇങ്ങനെ ഇരിക്കും, അതുപോലെ തണുപ്പായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ഭൂമിയുടെ ഉൽപ്പത്തിയെ പറ്റി, ഈ പ്രപഞ്ചത്തിൻ്റെ അത്ഭുത പ്രവർത്തനത്തെ പറ്റിയും ഇതിൻ്റെ എല്ലാം പിന്നിലെ സൃഷ്ടാവാം ദൈവത്തിൻ്റെ കരത്തെപ്പറ്റി കുറേ നേരം ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടേ നിന്നു. അതിനുശേഷം ഈ കാഴ്ചകളെല്ലാം കണ്ട് വളരെ അത്ഭുതത്തോടുകൂടെ വീണ്ടും ഞങ്ങൾ മടക്കയാത്ര തുടർന്നു. കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ എലോഹിം ഗ്ലോബൽ മിനിസ്ട്രി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അനേകരിലേക്ക് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.